ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ്സ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേറൊരു വലിയ ബൗൾ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 1.5 കപ്പ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ നമുക്കൊരു ഉണ്ട പരുവത്തിലാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി കൂടെ കട്ടിയാവാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ 2 മണിക്കൂർ വെക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഗൈസ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മേലത്തെ തുണി എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കിച്ചൺ സ്ലാബിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ നമ്മൾ വിതറി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക. കുറച്ച് തിക്ക് തന്നെ ഇരുന്നോട്ടെ. അതിനുശേഷം നമ്മൾ വട്ടത്തിരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി കിട്ടും. അതിനുശേഷം ഒരു കുഞ്ഞ് വട്ടം കിട്ടുന്ന ഏതെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് അതും അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കോട്ട് വെക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് ഹോൾ ഇങ്ങനെ നമുക്ക് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ് ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് ഈ ഡോണറ്റ്സ് മുക്കാനുള്ള ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് കൊക്കോ പൗഡറും അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇതാ ഗൈസ് നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിനകത്തേക്ക് ഒരു പാൻ എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മുടെ ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നേരെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡോണറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ.